ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിശിഷ്ട നൈവേദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പുമാങ്ങ നിവേദ്യം. ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. ഭഗവാനെ ഇന്ന് കാണുന്ന രൂപത്തിൽ ആദ്യം ദർശിച്ചത് വില്വമംഗലം സ്വാമിയാരാണത്രേ. അദ്ദേഹം ആ സമയത്ത് ഭഗവാന് സമർപ്പിച്ചത് കണ്ണിമാങ്ങ ചിരട്ടയിലാണ് സമർപ്പിച്ചത്. ആ ഒരു സങ്കല്പത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ക്ഷേത്രത്തിൽ ഉപ്പുമാങ്ങ നിവേദ്യം ഭഗവാന് അർപ്പിക്കുന്നു. ഉഷപൂജ, പന്തിരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ ഈ 4 പൂജകൾക്കും ഉപ്പുമാങ്ങ നിവേദ്യം സമർപ്പിക്കുന്നു. ഭക്തർക്ക് ഉപ്പുമാങ്ങ വഴിപാടായി ചെയ്യാൻ സാധിക്കില്ല. ഉപ്പുമാങ്ങ ഭഗവാന് സമർപ്പിക്കുന്നത് സ്വർണ്ണ ചിരട്ടയിലാണ്. ഉപ്പുമാങ്ങ നിവേദ്യം ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു വശത്തേക്കുള്ള മാങ്ങ, അത് ഏറ്റവും മേന്മയേറിയ മാങ്ങ ശേഖരിച്ച് അത് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് വടക്കേ നടയിലുള്ള മാങ്ങാപ്പുരയിൽ 21 ചീനഭരണികളിലായിട്ടാണിത് സൂക്ഷിക്കുന്നത്. ഇതിനായി ക്ഷേത്രത്തിൽ പ്രത്യേകം നിയോഗിച്ച ബ്രാഹ്മണ ജീവനക്കാരനുണ്ട്. അദ്ദേഹമാണിത് തയ്യാറാക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചീനഭരണിയിൽ ആദ്യം ഒരു ലെയറായിടും, വീണ്ടും മാങ്ങയിടും, വീണ്ടും ലെയറായി ഉപ്പും മഞ്ഞൾപ്പൊടിയും, വീണ്ടും മാങ്ങ, അങ്ങനെ ഭരണി നിറയ്ക്കുന്നു. ഭരണി നിറച്ചതിന് ശേഷം തടി കൊണ്ടുള്ള അടുപ്പിട്ട് അത് അടച്ചു വയ്ക്കുന്നു. അതിനുശേഷം അടച്ചു കെട്ടി സൂക്ഷിച്ചു വയ്ക്കുന്നു. മറ്റൊരു വിശിഷ്ട നൈവേദ്യമാണ് മേനിത്തുല പായസം. വ്യത്യസ്ത ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന വളരെ വിശിഷ്ടമായൊരു പായസമാണിത്. അതുപോലെ മറ്റൊരു നൈവേദ്യം ഒറ്റയട. ഉണ്ണിയപ്പത്തിൻ്റെ അതേ ചേരുവകൾ ചേർത്ത് അതിൽ നറുനെയ്യ് ഒഴിച്ച് വരട്ടി ഉണ്ടാക്കുന്നതാണ് ഒറ്റയട. ഇത് തയ്യാറാക്കുന്നതിനായി ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ഒറ്റയടത്തട്ട് എന്ന് പറയുന്നൊരു പ്രത്യേക തട്ടുണ്ട്. അതിലാണ് ഈ ഒറ്റയട തയ്യാറാക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു നൈവേദ്യമാണ് ഒറ്റയട.